ഓപ്പറേഷൻ നുങ്കോർ ആരംഭിച്ചത് സാധാരണ വാഹന പരിശോധനയായി തോന്നിപ്പോയെങ്കിലും പിന്നീട് കേരളത്തിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന ആഡംബര വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അടയ്ക്കേണ്ട പതിനായിരങ്ങൾ മുതൽ കോടികൾ വരെ വിലയുള്ള നികുതി ഒഴിവാക്കാൻ ഇടനിലക്കാരും വ്യാപാരികളും സിനിമാ താരങ്ങളും ചേർന്നുണ്ടാക്കിയ ബന്ധജലം അന്വേഷണത്തിന് പുതിയ വെളിച്ചം നൽകിയിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കുറഞ്ഞ നികുതി ബാധകമാണെന്നും അതുവഴി വാഹനങ്ങൾ അവിടെ നിന്ന് വാങ്ങി വ്യാജ വിലാസങ്ങളും വ്യാജരേഖകളും ഉപയോഗിച്ച് കേരളത്തിലേക്കോ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലേക്കോ കൊണ്ടുവരികയാണെന്നുമാണ്. ഈ ഇടപാടിലൂടെ സർക്കാർ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് നഷ്ടപ്പെടുന്നതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. സിനിമാ താരങ്ങളുടെ പേരുകൾ മുൻനിരയിൽ വന്നതിനാൽ വിഷയത്തിന് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വൻ പ്രാധാന്യം ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ദുൽഖർ സൽമാന്റെ കാർ പിടിച്ചെടുത്തെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ താരത്തിന്റെ ആരാധകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുകയാണ്. ആരാധകർ വിശ്വസിക്കാൻ തയ്യാറാകാത്ത ഈ ആരോപണം ഉടൻ തന്നെ താരത്തിന്റെ ഇമേജ് ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. ദുൽഖർ പോലുള്ള താരങ്ങൾ ഇത്തരം വഴികൾ തേടേണ്ടി വരുമോ എന്ന ചോദ്യങ്ങൾ ആരാധകരുടെ നിരാശയും അതിശയവും ഒരുമിച്ച് പ്രകടിപ്പിക്കുന്നതായിരുന്നു. ഇതോടെ കേസ് വെറും നിയമപരമായ അന്വേഷണത്തിലല്ലാതെ താരങ്ങളുടെ സാമൂഹിക പ്രതിച്ഛായയും കേരളത്തിന്റെ സിനിമാ വ്യവസായത്തിന്റെ വിശ്വാസ്യതയും തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അന്വേഷണത്തിന് നേതൃത്വം നൽകിയ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ഡോക്ടർ ടിജു മാധ്യമങ്ങളോട് പറഞ്ഞത് പൊതുജനങ്ങളുടെ നിയമാനുസൃത ബാധ്യതകൾ പാലിക്കുന്നതിന് മാതൃകയാക്കേണ്ടവരാണ് താരങ്ങൾ. എന്നാൽ ഇവർ തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു എന്നതാണ്. ഈ പ്രസ്താവന തന്നെയാണ് അന്വേഷണം ആരംഭത്തിൽ തന്നെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സൂചന നൽകിയിരിക്കുന്നത്. കേരളത്തിലെ കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, തൃശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലായി 35 കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ 36 വാഹനങ്ങൾ പിടിച്ചെടുക്കപ്പെടുകയായിരുന്നു. ഇവയിൽ പലതും പ്രമുഖരുടെ പേരുകളുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ചിലത് വ്യാജ പേരുകളിൽ രജിസ്റ്റർ ചെയ്തവയാണെന്ന് കണ്ടെത്തുകയാണ് ഉണ്ടായത്. അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, വ്യാപകമായ ഒരു ക്രിമിനൽ നെറ്റ്വർക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സിനിമാ താരങ്ങൾ നേരിട്ട് പങ്കാളിയായോ ഇടനിലക്കാരുടെ വഴിയെയോ വാഹനങ്ങൾ സ്വന്തമാക്കിയതാണോ എന്നതാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ പ്രധാന ചോദ്യമായി മാറിയിരിക്കുന്നത്. മലയാള സിനിമയിലെ താരങ്ങളുടെ വരുമാനവും സാമൂഹ്യ സ്ഥാനവും ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണം വളരെ സുതാര്യമായിട്ടുള്ള രീതിയിലായിരുന്നു. ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹന രേഖാപത്രങ്ങൾ പരിശോധിക്കുമ്പോൾ പലവിധ വ്യാജരേഖകളും വ്യാജവിലാസങ്ങളും കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ്. രഹസ്യ വിവരങ്ങൾ, ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ, മുൻ രജിസ്ട്രേഷൻ രേഖകൾ എന്നിവ താരതമ്യം ചെയ്യുമ്പോൾ പലതും വർഷങ്ങൾ പഴക്കമുള്ളവയാണെന്നും ഇത്തരം നടപടികൾ പതിവായി നടന്നുവെന്ന സൂചനയും ലഭിക്കുകയാണ്. ദുൽഖർ സൽമാന്റെ കാർ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ നടൻ നേരിട്ട പോലെ അന്വേഷണം നേരിടേണ്ടി വന്നു. എന്നാൽ കേസിന്റെ സങ്കീർണതയും മറ്റ് നടന്മാരുടെ പേരുകളും ലേഖനങ്ങളിൽ ചേരുന്നതിനാലും ഇത് വലിയ പ്രചരണം നേടിയിരിക്കുകയാണ്. പൃഥ്വിരാജ്, അമിത് ചാലക്കൽ എന്നിവരുടെ വീടുകളിലും പരിശോധന നടന്നിട്ടുണ്ടായിരുന്നു. അവരെയും ആരോപണങ്ങളിൽ ഉൾപ്പെടുത്തിയതല്ല, മറിച്ച് നടപടികളുടെ പൂർണ്ണത ഉറപ്പാക്കുന്നതിനായിരുന്നു. ഈ അവലോകനത്തിൽ നടന്മാർക്ക് നേരിട്ട് പങ്കുണ്ടോ, ഇടനിലക്കാർ വഴിയോ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുരാതന കേസുകൾ വീണ്ടും ഉയർന്നു വരുന്നത് സൈബർ സഖാക്കൾ, സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ എന്നിവരുടെ ശ്രദ്ധയുടെ പ്രതികരണത്തിനും സ്വാഭാവികമായ പ്രതികരണത്തിന് ആകർഷകമാവുകയും ചെയ്തു. നേരത്തെ സുരേഷ് ഗോപി, ഫഹദ് ഫാസിൽ, അമല പോൾ എന്നിവരുടെ പേരുകൾ പൊതുജന ശ്രദ്ധയിൽ വന്നപ്പോൾ നിരവധി ട്രോളുകളും കാഴ്ചപ്പാടുകളും സോഷ്യൽ മീഡിയയിൽ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുനഃപരിശോധന നടത്തി 2010 മുതൽ 2025 വരെ നീണ്ട ഇടവേളയിൽ നടന്ന ഇടപാടുകൾ വിശകലനം ചെയ്യപ്പെടുകയാണ്. ഈ റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ, പോളിസികൾ, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെ നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രിവന്റീവ് ഉദ്യോഗസ്ഥർ, തീവ്രവാദ വിരുദ്ധ സേന, ലിറ്റിഗേഷൻ വിഭാഗം, ഇന്റലിജൻസ് ഏജൻസി എന്നിവരുടെ കൂട്ടായ പ്രവർത്തനം അനധികൃതമായി വാഹനങ്ങൾ കടത്തിയവരുടെ വിരുദ്ധതയിൽ കൃത്യമായ നടപടികൾ ഉറപ്പാക്കുന്നതിന് സഹായിച്ചിരിക്കുകയാണ്. കേസിന്റെ സങ്കീർണതയും ശ്രദ്ധാപൂർവമായിട്ടുള്ള അന്വേഷണം സാമൂഹിക പ്രതീക്ഷകളിൽ നടന്മാരുടെ കരിയറിനെ ബാധിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഉള്ളത്. മലയാള സിനിമാ വ്യവസായത്തിലെ ആഡംബര ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിവാദം കൂടുതൽ വലിയ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക ചർച്ചകളിലേക്ക് വളർന്നിരിക്കുകയാണ്. മലയാളികളുടെ മനസ്സിൽ താരങ്ങൾ വെറും വിനോദ പ്രതാപങ്ങൾ മാത്രമല്ല, സാമൂഹിക പ്രതിമകളും മാതൃകയിൽ എന്ന നിലയിലും മാതൃകാ പുരുഷന്മാർ എന്ന നിലയിൽ നിലകൊള്ളുകയാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അത് അവരുടെ ഇമേജിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സംഭവമാക്കി മാറ്റിയേക്കാം.